ഡോക്ടർ നുസ്രത്ത് ജഹാൻ, ഈ വിവാദം, ഈ ശിവൻകുട്ടി തുടങ്ങി വെച്ച ഈ വിവാദം നമുക്കൊന്ന് പരിശോധിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാകും. നേരത്തെ തന്നെ അവിടെ ഭാരതാംബയുണ്ട്, കാവിക്കൊടി ഏന്തിയ ഭാരതാംബ തന്നെയാണ്. ആ ഭാരതാംബയെ അവിടെ നിന്ന് മാറ്റില്ല എന്ന് രാജ്ഭവൻ വളരെ കൃത്യമായ നിലപാടെടുത്തു. അപ്പോൾ ശിവൻകുട്ടി വരികയാണ്, മന്ത്രി ശിവൻകുട്ടി വരികയാണ്. അവിടെ നിലവിളക്ക് കൊടുത്തുന്നത് കണ്ട് അദ്ദേഹത്തിൻ്റെ അപ്രിയം തുറന്നു പറയുകയാണ്. പിന്നീട് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം എന്ന് പറയുന്നത് എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണ്. അപ്പോൾ ആ എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിക്കുന്നതിലൂടെ തന്നെ വളരെ കൃത്യമല്ലേ ഇത്തരത്തിൽ ഒരു വിവാദം സൃഷ്ടിക്കാൻ, ബോധപൂർവം വിവാദം സൃഷ്ടിക്കാൻ, അതും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഇത്തരത്തിൽ പോളിംഗ് നടക്കുമ്പോൾ വളരെ കൃത്യമായി വിവാദം സൃഷ്ടിക്കാൻ വേണ്ടിയല്ലേ ശിവൻകുട്ടിയുടെ ഇടപെടൽ ഉണ്ടായത്. മാത്രവുമല്ല കൃത്യമായ ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മന്ത്രി അത്തരത്തിൽ ആ നീക്കം നടത്തിയത് എന്ന് ഉറപ്പിച്ചു പറയാവുന്ന സംഭവഗതികളല്ലേ പിന്നീടുണ്ടായത്. മന്ത്രി ശിവൻകുട്ടി നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത് കുട്ടികൾക്കുള്ള ഒരു മനസ്സിനെ മാറ്റലാവും. ഇതെല്ലാം കാവിക്കൊടി കാണിച്ച് വർഗീയത വരുത്തുന്നെന്ന് പറയുമ്പോ നമ്മൾ കുട്ടികളെ മുമ്പിൽ പറയേണ്ടതും ചെയ്യേണ്ടതും തന്നെ. മുമ്പൊരിക്കലും ഒരു മന്ത്രി ഗണപതിയുടെ മിത്ത് പറഞ്ഞ ഒരു മന്ത്രി ഒരു കുട്ടികളെ മുമ്പിൽ ഉണ്ടായി. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക്, ഞാൻ ചോദിക്കണേ, എപ്പോഴും കാണുമ്പോ മതേതരം പറയുകയും ചെയ്യും, എപ്പോ പറയുമ്പോ ഒരു ഹിന്ദു ദൈവങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോ മിത്താവണ്. അതേപോലെ ശിവൻകുട്ടി എന്നുള്ള മന്ത്രിയായ പിന്നെ ഈ നേതാവ് നിയമസഭയിൽ അകത്ത് കളിച്ചത് നമ്മൾ കണ്ടതാണ്. അതെ, അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ മിക്ക ദിവസങ്ങളിലും കാണണം. അപ്പോൾ പിന്നെ മര്യാദ നമ്മൾ പഠിപ്പിക്കേണ്ട നീതി വ്യവസ്ഥകൾ എന്നൊക്കെ പറയുമ്പോൾ അതും കൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. പിന്നെ ഭാരതാംബ എന്നുള്ള ഒരു കളറിനാണ് പ്രശ്നമെങ്കിൽ ഓറഞ്ച് കളർ ലോകം മുഴുവനും അംഗീകരിച്ചാണ് ഓറഞ്ച് കളറിന്റെ ശക്തി. കാരണം അത് പ്രപഞ്ചത്തിന്റെ ശക്തി. അത് ഇവർക്ക് മനസ്സിലാവുണ്ടാവില്ല പറയണേ. അത് യൂസ് ചെയ്താലും അതിനെ പറ്റി പഠിച്ചാലും മാത്രമേ മനസ്സിലാവുള്ളൂ. സയന്റിഫിക്കലി പോലും കളറിൽ നമ്മൾ ഓരോ കളറിനുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കളർ RSS തെരഞ്ഞെടുത്ത അവരെ ബുദ്ധി, ഇവര് സംഘികൾ എന്നൊക്കെ വിളിച്ചാലും അവർക്ക് ബുദ്ധി ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഭാരതം എന്നുള്ള ഒരു സങ്കല്പം, ഭാരതം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു തറവാട് വീട്, ആ തറവാട് വീട്ടിൽ 5-6 ആമക്കളുണ്ടെങ്കിൽ ഓരെല്ലാം വീതിച്ച് വാങ്ങി വേറെ വേറെ വീട് വെച്ച് പോയാൽ ഒരാൾ നിൽക്കുന്ന ആ തറവാട്ടില് നമ്മളെ രാജ്യത്തിന്റെ സംസ്കാരം എന്താ, ആ തറവാട്ടിൽ നടന്ന പൂജകളും അല്ലെങ്കിൽ മുസ്ലിം ആണെങ്കിൽ അതും എല്ലാ സൽക്കാരങ്ങളും എല്ലാ കാര്യങ്ങളും ഓരോ ഐതിഹ്യത്തിൽ പോകും. അതുപോലെ തന്നെയാണ് ഭാരതം മുറിച്ചു കൊണ്ടുപോയപ്പോ അവർക്ക് ഭാരതം തന്നെയായിരുന്നു. അപ്പൊ ഭാരതം എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന നമ്മളാണ്. അതിന്റെ അപ്പുറമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനായി, താലിബാനായി, ബംഗ്ലാദേശായി ഒക്കെ പോയി. അവര് കൊണ്ടുപോകുമ്പോൾ തന്നെ അവരെ ലക്ഷ്യം അവര് നിറവേറ്റി. അപ്പൊ ഈ ഇരിക്കുന്ന ഒരു തുണ്ട് ഭൂമി ഈ ഭാരതത്തിന് അന്ന് സ്വാതന്ത്ര്യ സമര കാലം കഴിഞ്ഞ് ഒരു സ്വാതന്ത്ര്യം കിട്ടുമ്പോ സത്യമേ ജയതേ പാർലമെന്റിന്റെ അകത്ത് വെച്ചതും ഇതെന്ന് വന്ന മഹാഭാരതത്തിന്ന് വന്നു. പിന്നെ ഏതോ ധർമ്മസ്ഥത ജയ, ഇത് 13 തവണ മഹാഭാരതത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വാക്യമാണ്. അതാണ് പിന്നെ സുപ്രീം കോടതിയിൽ വന്നത്. അപ്പൊ ഇത് ഹിന്ദു മതമോ ഹിന്ദു ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത് ഇവരെന്ന് എവിടുന്ന് പഠിച്ചു? ലോകത്തിൽ വന്ന 7 വേദങ്ങളിൽ 4 ഇവിടെ തന്നെയാ ഉണ്ടായേ. ഈ വേദങ്ങള്, ഉപനിഷത്തിൽ നിന്നാണ് ലോകം മുഴുവൻ എന്ന് പറയുന്ന തത്വമസി, നീയാണ്, നിന്റെ ഉള്ളിലാണ് ദൈവം, നീയാണ് ആ പിന്നെ ദൈവമായിട്ട് സങ്കല്പിക്കുന്നതെന്നുള്ള പറയുമ്പോ മനുഷ്യരും ബ്രഹ്മാവും ഒന്നാണെന്നുള്ളതാണ്, ബ്രഹ്മം ഒന്നാണ്, ഒന്നിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്ന ഒരു തത്വം പഠിപ്പിച്ച ഇവിടെ തന്നെയാണ്. അത് തന്നെയാണ് ഇന്ന് ലോകത്തെ സയന്റിസ്റ്റും കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാം. ഒരു ലോകത്തിൽ എവിടെയും സയന്റിസ്റ്റിനോ ഒരു മതങ്ങൾക്കോ, ഈ വന്ന മതങ്ങൾക്കൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യണ ഈ മതങ്ങൾക്കൊന്നും ഒരു മനുഷ്യന്റെ ജന്മത്തിനെ പറ്റി, ജന്മം എന്ന് പറയുമ്പോൾ ഇവര് പറയുന്നത് സയന്റിഫിക്, ഒരു മനുഷ്യൻ ജനിച്ച് ആ ആത്മാവിനെ പറ്റിയോ ആത്മാവ് എങ്ങോട്ട് പോകണമെന്ന് പറ്റിയോ ഒരാൾക്ക് പറയാൻ പറ്റിയിട്ടില്ല, ഒരു സമയത്തെ പറ്റിയോ പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്താണ് ഒരു മനുഷ്യന്റെ ആത്മാവ്, എന്താണ് ശ്വാസം എന്നുള്ള ആത്മാവ്, അത് സ്വന്തം ആ ഒരു ആത്മാവിനെ പറ്റി പറഞ്ഞത് ആകെ ഈ വേദങ്ങളിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സംസ്കാരത്തിൽ ആഫ്രിക്കൻ സംസ്കാരം വരെ കുത്തി ഒലിച്ചു പോയി. ഇന്നിപ്പോ ഈ ഭാരതം വെച്ച് ഇത്രയും വെട്ടിക്കീറി പോയ സ്ഥലത്തുനിന്ന് ഇന്ന് റോയിറ്റേഴ്സ് പത്രം പറഞ്ഞിരിക്കുന്നത് എന്താ, ഇറാനില് അവിടുത്തെ വിമതര് പോലും ഇന്ന് അവരെ കൂടി
വിമതര് പറയുന്ന തട്ടടണ്ട അങ്ങനെ പറയുന്ന വിമോചന പ്രസ്ഥാനങ്ങൾ ഇറക്കി പെൺകുട്ടികൾ റോട്ടിലിറങ്ങി പറഞ്ഞ ആൾക്കാര് ഇനി ഇറാൻ ഭരണകൂടത്തിന്റെ കൂടെ കൂടി ഇസ്രായേലിനെതിരായിട്ട് ലോക ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിച്ചു. എന്താണ് അവരെ പച്ച കളറും അവരുടെ ആ ഇസ്ലാമിസ്റ്റ് എന്നുള്ള ബ്രദർഹുഡ് അംബേദ്കർ ഇവര് പൊക്കി പിടിക്കട്ട. അംബേദ്കർ പറഞ്ഞ എന്താ ബ്രദർഹുഡ് എന്നുള്ള അതിന്റെ അകത്ത് അടങ്ങുന്ന ഒരു ബ്രദർഹുഡാ. ആ ബ്രദർഹുഡാണ് ഇന്നിപ്പോ നമ്മൾ ഇറാനിൽ കാണുന്നത്. ലോക മുസ്ലിങ്ങൾ ഒന്നായി, ഇസ്രായേൽ ഒറ്റക്കായി. ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്തവരെ മുഴുവനും ഒരു സംഘികൾ എന്ന് വിളിക്കുമ്പോ. കാരണം ആകെ ഒരു ഇന്ത്യയേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യുന്ന. ഇതേപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് പറയണേ വിമതര് പോലും ഒന്നായ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ മഹാരാജ്യം ചുറ്റിലും അകപ്പെട്ടിരിക്കണ ഈ പറിച്ചു കൊണ്ടുപോയര് ഇതൊക്കെ സംഭവിക്കാൻ ഇസ്രായേൽ കഴിഞ്ഞ അടുത്ത പടി ഇങ്ങോട്ട് വരാണ്ടിരിക്കാനാണ് ഈ RSS പ്രവർത്തിച്ചതും പ്രവർത്തിക്കുന്നതും ആ കാലം തൊട്ടേ നമുക്കറിയാം ദേശസ്നേഹത്തിനെ പറ്റി. പിന്നെ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ കൂട്ടക്കൊലപാതകം, അത് മുഴുവൻ RSSന്റെ പേര്. എല്ലാ കാലങ്ങളിലും ഇവിടെ കൊലപാതകങ്ങളും അട്ടിമറികളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഓരോ വികൃതമായ മനസ്സിന്റെ ഉടമകളാ. അതിനെപ്പറ്റി നമ്മൾ ജാതി പറയണ്ട പറയും. പഹൽഗാമിൽ ജാതി പറയണ്ട പറഞ്ഞു. തീവ്രവാദത്തിന് മതമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മതം അതെ. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ഗോഡ്സെ എന്നൊരാളായിരുന്നെങ്കിൽ ഗാന്ധിയെ വെടിവെച്ച് കൊന്നു ഒരു ഹിന്ദുവായ ഗോഡ്സെ. എന്തിന് ഹിന്ദു എന്ന് എഴുതി? അപ്പൊ ഒരു ഗോഡ്സെന്റെ പേര് എഴുതിയാൽ മതിയല്ലോ. ഹിന്ദുവായ ഗോഡ്സെ ഗാന്ധിജി ഹിന്ദു ആണല്ലോ. അപ്പൊ ഇങ്ങനെ മതം വിളിച്ചു പറഞ്ഞ് മതത്തിന്റെ വേഷം കുത്തി വെച്ചിട്ടുള്ളത് അതെ. ഞാൻ പഠിച്ച ന്യായങ്ങളെ ഞാൻ പറയുള്ളൂ സർ. ഞാൻ പഠിച്ചതും ഞാൻ അനുഭവിക്കുന്നതും ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഇത് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു രാഷ്ട്രത്തിന് ഞങ്ങളാരും കണ്ടിട്ടില്ല. സ്വാതന്ത്ര്യ സമരത്തില് നിങ്ങൾ എഴുതി വെച്ച ചരിത്രങ്ങൾ ഇന്ന് മാറ്റി എഴുതേണ്ടി വന്ന എന്തുകൊണ്ടാണ്? അന്ന് നിങ്ങളുടെ ഇഷ്ടത്തിന് ചരിത്രം മാറ്റി. മഹാനായ അലക്സാണ്ടർ പറയുമ്പോ ബാക്കി ചക്രവർത്തിമാർ ഇന്ത്യൻ ചക്രവർത്തിമാരെ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല സർ? എന്തുകൊണ്ട് മഹാന്മാരെന്ന് വിളിച്ചിട്ടില്ല? ഒരു ഇന്ത്യൻ ചക്രവർത്തിമാരെയും നിങ്ങൾ മഹാനായിട്ട് ഒരു ചരിത്രവും നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല. സ്കൂളിൽ തൊട്ടേ തുടങ്ങി പഠിച്ച ആ ഒരു ഇതിൽ പോകുന്നു. അത് RSS ഉണ്ടായ അതിന് വേണ്ടിയാ. അവർ ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ, ഈ രാഷ്ട്രത്തിന്റെ കൾച്ചർ അതങ്ങ് തുറന്ന് പറയണതന്നെയാ നല്ലത്. ഞാൻ അതുകൊണ്ടാണ് അത് അനുകൂലിക്കുന്നത്. രാഷ്ട്രം സ്നേഹിക്കുക, രാഷ്ട്രത്തെ പിടിച്ചു വെക്കാൻ, രാഷ്ട്രം വേറൊരു മതത്തിന്റെ അണ്ടറിലാവാണ്ട് എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്വീകരിച്ച ഒരു രാഷ്ട്രം. പിന്നെ ബുദ്ധിസ്റ്റ് ആണെങ്കിലും സന്യാസിമാരാണെങ്കിലും ലോകത്ത് മുഴുവൻ യൂസ് ചെയ്യണം. ഇവിടുത്തെ പറയണ്ട, കാവി യൂസ് ചെയ്യുന്ന ലോകത്തിലുള്ള എല്ലാ സന്യാസികൾ അവരൊക്കെ എന്താണ്? അവരൊക്കെ ഉള്ളിൽ ദൈവത്തിനെ അവർക്ക് മതം ഉണ്ടായിട്ടല്ല, അവർക്കെല്ലാം ഒരു ആത്മാവിനെയാണ് അവർ സ്ഥാനം കാണുന്നത്. അത് നമ്മളും പഠിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അന്ന് നമ്മളൊക്കെ ഇതേപോലെ ഇറാനിലിരിക്കണവരും ഗസയിൽ ഇരിക്കുന്നവരും അയൽ രാജ്യങ്ങൾ നേരിടുന്ന പ്രതിസന്ധി ഈ ഭാരതത്തിന്റെ മണ്ണ് നേരിടരുത് എന്നുള്ള വളരെ കൃത്യമായ ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംഘടന, ആ സംഘടനയെ കരിവാരിത്തേക്കാനുള്ള ശ്രമങ്ങൾ, ഗവർണറെ അത്തരത്തിൽ അവഹേളിക്കുന്നതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്.